നമസ്കാരം. പെൺമനസ്സിന്റെ ക്രിസ്തുമസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ ശ്രദ്ധേയായ ഗായിക ദിവ്യ ബിനോയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ പെൺമനസ്സിൽ. തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടിയുറക്കിടുവാൻ താരാഗണങ്ങളാൽ ആഗതരാകുന്നു വാനാരൂപികൾ ഗായക ശ്രേഷ്ഠർ വാനാരൂപികൾ ഗായക ശ്രേഷ്ഠർ പൈതലാം യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയാർ ഉന്നതരേ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ദിവ്യ ചേച്ചി, പെൺമനസ്സിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയാ പുതിയ വിശേഷങ്ങൾ? ക്രിസ്മസ് ഒക്കെ എങ്ങനെ പോകുന്നു? ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് പോകുന്നു വെച്ചാൽ നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ അമ്മ മരിച്ച ആ ഒരു സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ക്രിസ്മസ് ഇല്ല. എന്നാലും കുഴപ്പമില്ല, സന്തോഷമായിട്ട് പോകുന്നു. ക്രിസ്തീയ ഭക്തിഗാന ആൽബങ്ങളിലൂടെയാണ് ചേച്ചി ശ്രദ്ധേയായത്. അതെ അതെ. ഇതുവരെ എത്ര പാട്ടുകൾ പാടി, ഏതൊക്കെ ബാനറിലൊക്കെയാ പാടിയെന്നൊക്കെ ഒന്ന് പറയാമോ? ഇതുവരെ പാടിയ പാട്ട് ഇപ്പോൾ ഒരു 8 പാട്ടോളം പാടിയിട്ടുണ്ട്. ഫസ്റ്റ് പാട്ട് പാടിയത് സന്ധ്യാഞ്ജലി എന്ന് പറഞ്ഞിട്ട്, അത് എൻ്റെ ബ്രദർ തന്നെ എഴുതി രാജകുമാർ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത് പത്മയിൽ പാടിയ രാജകുമാർ രാധാകൃഷ്ണൻ സംവിധാനത്തിലുള്ള ഫസ്റ്റ് പാട്ട് പാടിയത്. അത് ഒരുപാട് ഞാൻ ആഗ്രഹിച്ച് പാടിയൊരു പാട്ടാണ്. കാരണം അതിൻ്റെ പിന്നിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. എന്താ പറയുക, എൻ്റെ ഒരു ആഗ്രഹത്തിന് സത്യത്തിന് ആരും എനിക്ക് സപ്പോർട്ടല്ലായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ തന്നെ അതിനകത്ത് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്ന് എനിക്ക് കഴിവുണ്ട് പാടാൻ. അത് 10 പേരെ അറിയിക്കണം. ആ ഒരു ഇതിലേക്ക് നമ്മളെ കഴിവില്ല എന്ന് പറഞ്ഞ താത്തയോട് മുന്നേ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആ ഒരു വാശിയോടുകൂടി മുന്നോട്ട് ഇറങ്ങിയൊരു പാട്ടാണത്. അങ്ങനെ മാതാവിൻ്റെ ഒരു പാട്ട് നല്ല രീതിയിൽ തന്നെ പാടാൻ പറ്റി. ഞാൻ ഉദ്ദേശിച്ചേക്കാളിലും എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റി. ആ ഒരു സന്തോഷമുണ്ട്. ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഫീലൊക്കെ എങ്ങനെയായിരുന്നു? അയ്യോ, അതൊരു ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ആരും ഇല്ലാതെ നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിച്ചാലും നല്ല രീതിയിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം കൂടെ വരാൻ ആരുമില്ല, എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, നമുക്കൊരു അഭിപ്രായം ചോദിക്കാൻ ആരുമില്ല. അതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കുറേ പേര്, എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ കൂടെ ചങ്കായിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു സമയത്ത്. അപ്പോൾ അവരൊക്കെ കുറേ പേരോട് പറഞ്ഞു, സാരമില്ല, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട്, നീ മുന്നോട്ട് വെക്കോ, എന്തായാലും നിനക്ക് കഴിവുണ്ടല്ലോ, അപ്പം ഒരിക്കലും പിന്നോട്ട് പോവില്ല, നിനക്ക് മുന്നോട്ട് പോകാൻ തന്നെ പറ്റും. അങ്ങനെ അവർ കൂട്ടുകാരൊക്കെ നമുക്ക് ഒരുപോലെ സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ട് എനിക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. വീട്ടുകാരൊന്നും സപ്പോർട്ടല്ലായിരുന്നു എന്നെ, പക്ഷെ ആ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി എനിക്ക് പാടാൻ പറ്റും. നേരത്തെ അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കുറേ ആൾക്കാരോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് പരമാവധി അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പറഞ്ഞായിട്ടൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ. പക്ഷെ അതൊക്കെ നമുക്ക് സന്തോഷം കേട്ടോ. കാരണം അപ്പൊ കിട്ടിയതിലും പിന്നീട് നമ്മൾ ആ ഒരു കാര്യം ചെയ്തതിന്റെ ഒരു റിസൾട്ട് അതെ കിട്ടുക എന്ന് പറയുന്നത് ഇതാണല്ലോ, സന്തോഷമായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ഒരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരുന്നത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. അങ്ങനെ തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞ ഏത് പ്രായത്തിൽ? ആരാ അത് തിരിച്ചറിഞ്ഞത്? ചേച്ചി തന്നെയാണോ? തിരിച്ചറിഞ്ഞെന്ന് വെച്ചാൽ അപ്പനും അമ്മയും പാടും. എൻ്റെ അപ്പൻ പൂഞ്ഞാർ നവതാരയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. തബ്ലിസ്റ്റ് ആയിരുന്നു അവിടെ. നാടക ട്രൂപ്പിലൂടെയാണ് വന്നത്. ബാബു നമ്പൂതിരിയുടെ കൂടെ ആ ഒരു സമയത്ത് തുടങ്ങി വെച്ചൊരു കാര്യമാണ്. അപ്പം അതിലൂടെ വന്നു. പിന്നെ അജയനെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മ പാടും. ആ ഒരു കഴിവ് കിട്ടിയതാണ്. പഠിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഒന്നാണ് പാട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ ഒരു പാട്ടും കൂടെ കേട്ടാലോ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഞാൻ എപ്പോഴും പാടുന്നൊരു പാട്ടാണ്. അത് പാടാം. ഓക്കെ. ആത്മാവിലെ പൂങ്കോടിയിൽ വൈഡൂര്യമായി പെയ്തു നീ, ആത്മാവിലെ പൂങ്കോടിയിൽ വൈഡൂര്യമായി പെയ്തു നീ, ഈരവരാവിൽ ശ്രുതി ചേർന്നലിഞ്ഞും മൃദുരവമായി നിൻ ദലമഞ്ജരി
മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ. ഓക്കെ ചേച്ചി, അപ്പോൾ ആദ്യത്തെ ഒരു അവസരം എങ്ങനെയാ ചേച്ചിയിലേക്ക് വന്നത്? എങ്ങനെയാ ആദ്യത്തെ ഒരു അവസരം വന്നത്, ഞാൻ എൻ്റെ ബ്രദർ, അവനോട്, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോൻ, അവനോട് ഞാനിങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവന് സിനിമാക്കാരുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ഫിലിം ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കാം. ഞാൻ രാജകുമാർ സാറുമായിട്ട് അവരുമായിട്ട് ബന്ധമുണ്ട്, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, അപ്പോൾ ഞാൻ ചോദിച്ചു നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചേച്ചിയുടെ ആഗ്രഹം സാധിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൻ ചോദിച്ച് ഈ ഒരു പാട്ട് ചെയ്യാൻ. അപ്പം നമുക്ക് ഫസ്റ്റ് ആകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല, എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ അവനോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പാട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് ചേട്ടാ, എനിക്കൊരു പാട്ട് എഴുതി തരാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഓൾറെഡി ഞാൻ പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അപ്പം നിനക്കായിരിക്കും അത് പാടാൻ കിട്ടുന്നത്. അപ്പോൾ മാതാവിൻ്റെ പാട്ട് എനിക്ക് ഫസ്റ്റിൽ പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി ശരിക്കും ആ മാതാവിൻ്റെ പാട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പം ആ പാട്ട് എനിക്ക് പാടാൻ, അങ്ങനെയാണ് എല്ലാം കൊണ്ടും ഒത്തു വന്നു. പിന്നെ രാജ്കുമാർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പുള്ളി ആദ്യമായിട്ട് സംഗീത സംവിധാന രംഗത്തേക്ക് ഫസ്റ്റ് പാട്ട്, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. പുള്ളി പത്മയിൽ പാടി എന്ന് മാത്രമല്ല, ഫസ്റ്റ് സംഗീത സംവിധാനം ചെയ്യുന്ന പാട്ട് എൻ്റെയാണ്. അപ്പൊ ആ ഒരു സന്തോഷം കൂടെ എനിക്കുണ്ട് ഈ പാട്ടില്. പിന്നെ എന്താ പറയാ, അങ്ങനെ എഴുതി എന്നുള്ള സന്തോഷമുണ്ട്. പിന്നെ അയ്മയുടെ ബാനറിൽ ആ പാട്ട് ഇറക്കാൻ പറ്റി, അതൊക്കെ ദൈവാനുഗ്രഹം കേട്ടോ. ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല ആ ഒരു സമയത്ത് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. അതൊക്കെ ദൈവം ഒരു വഴി ഒരുക്കി തന്നു. അത് എൻ്റെ കഷ്ടപ്പാടിൻ്റെ ആയിരിക്കും. കാരണം ഞാൻ ഈ ഒരു പാട്ടിൻ്റെ ഫീൽഡിലേക്ക് വരുമ്പം എനിക്ക് ഒത്തിരി ആഗ്രഹം മനസ്സിലുണ്ട്. പക്ഷെ നമ്മളതാരും പറയത്തില്ലല്ലോ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളാണല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ നമ്മളത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കും, അതാവുമ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നു, പക്ഷെ ഒരിക്കലും നടക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ നമുക്ക് ആഗ്രഹിക്കാമല്ലോ, നമുക്ക് ആഗ്രഹിക്കാമല്ലോ. അപ്പം ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും ഒരു അതിലില്ലല്ലോ. അപ്പം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു എനിക്ക് നല്ലൊരു പാട്ട് ചെയ്യണം. അപ്പം അങ്ങനെയാണ് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റി. ഈ പാട്ട് ഓർമ്മിക്കുന്നുണ്ടോ? പിന്നെ അതൊന്ന് പാടിയാലോ? സന്ധ്യയായി അർപ്പണവേളയായി സങ്കീർത്തനങ്ങൾ തൻ സമയമായി, ഞാനെൻ്റെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിലെ മെഴുതിരിത്തുമ്പിലെ നാളമായി, നെറ്റിയിൽ മുദ്രയായി ചേർക്കുന്ന കുരിശൻ്റെ പെരുവിരൽ തുമ്പിലെ പുണ്യമായി, പെരുവിരൽ തുമ്പിലെ പുണ്യമായി. ചേച്ചി, ഈ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും കാറ്റഗറി ഒക്കെ പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. ലവ് സോങ് ഒന്ന് രണ്ട് പാടിയിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലല്ലേ? കാത്തിരിപ്പ് എന്ന് പറഞ്ഞിട്ട്, അത് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലെ സീസൺ 6 മാജിദ് കൃഷ്ണന്റെ കൂടെ പാടിയത്. ഈ കഴിഞ്ഞ ഏപ്രിൽ റിലീസായി കാത്തിരിപ്പ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പാടിയൊരു പാട്ട്. ചേച്ചിയുടെ ലൈഫായിട്ട് സാദൃശ്യം ഉള്ളതുകൊണ്ടാണോ കാത്തിരിപ്പൊക്കെ പാട്ട് പാടാൻ വേണ്ടി കാത്തിരുന്നത്? അങ്ങനല്ല. അത് ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കും. കാത്തിരിപ്പ് ഒരുപാട് എന്ന് പറഞ്ഞാൽ പിന്നെ ഐഡിയ സ്റ്റാർ സിംഗറിൽ കൂടെ പാടിയ ഒരാളുടെ ഒപ്പം പാടാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യം. ആ ഒരു സമയത്ത് നമ്മൾ TV ഷോയിൽ മാത്രം കാണുന്ന ഒരാളെ നേരിട്ട് നമ്മുടെ കൂടെ പാടാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മളെ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു അങ്ങനെ പാടാൻ പറ്റിയെന്നുള്ളത്. പിന്നെ ഗാനമേള, സ്റ്റേജ് ഷോ അതൊക്കെ ചെയ്യാറുണ്ടോ? ഗാനമേള ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പം മാരേജിന് ശേഷം ഇല്ല. അതിന് സമയം കിട്ടാത്തതുകൊണ്ട്, തിരക്കൊണ്ടാണോ? കൂടുതൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം അധികം ഇല്ല. എന്നാലും ആൽബം കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പം കൊയറൊക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ ചേച്ചി, ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ താമസമായിട്ട് തോന്നുന്നുണ്ടോ? കുറച്ചുകൂടെ നേരത്തെയൊക്കെ വരാമായിരുന്നു, കുറച്ചുകൂടെ അവസരങ്ങൾ കിട്ടുമായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടോ? നമ്മൾ തോന്നിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഫ്രീ ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പം ഒരു കുടുംബമായി കഴിയുമ്പം അവരുടെ ഇഷ്ടം കൂടെ നോക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഈ ഒരു ഇതിലേക്ക് വന്നാണ്. പിന്നെ ഹസ്ബൻഡിന് അത്ര ഒരു സപ്പോർട്ട് അല്ലാത്തത് കൊണ്ട് ഇപ്പൊ സപ്പോർട്ടാണ് കേട്ടോ. ഇപ്പൊ ഫുൾ സപ്പോർട്ടാണ്. ഇപ്പൊ എന്നെ ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് പോരാനും ഒക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ സപ്പോർട്ടായിരുന്നു. എപ്പോഴാ പോകുന്നതെന്ന് ചോദിച്ച ഇതായിരുന്നു. അപ്പോൾ നേരത്തെ സപ്പോർട്ട് കുറവായതിന്റെ പേരിൽ നമുക്ക് അവരോട് ഒരു ഇഷ്ടത്തിനനുസരിച്ചല്ലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് താമസിച്ചു. പിന്നെ തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ, ഒരു പാട്ട്, അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന് പറയുന്നത്
കലാകാരന്മാരെന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും അവർക്കൊരു സ്പേസ് കിട്ടുക എന്നുള്ളതാണല്ലോ. എന്ന് വെച്ചാൽ എവിടെയാണല്ലോ ഒരു സ്റ്റേജ് കിട്ടുക എന്നുള്ളതാണ് അവർക്ക്. ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് അങ്ങനെ ഒരിക്കലും അവർ ഒതുങ്ങിയിരിക്കുകയല്ലോ. അവർക്ക് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ചാൻസ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ ചേച്ചിയുടെ ഫാമിലിയെ കുറിച്ചൊക്കെ ഒന്ന് പറയാവോ? ഫാമിലി, ഹസ്ബൻഡ് ഒരു ഓട്ടോക്കാരനാണ്. പിന്നെ ചെറിയ ചെറിയ സ്ഥലക്കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മോനൊരാള് മുരിക്കുമ്പോഴാണ് വീടല്ലേ? മോന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ചേർപ്പങ്കട ഹോളി ക്രോസില്. പെരിങ്ങളുമാണ് എൻ്റെ സ്വന്തം വീട്. ഞങ്ങളുടെ വീട്ടില് അച്ഛനും അമ്മയും ആങ്ങളുണ്ട്. അമ്മ മരിച്ചു പോയി, ഇപ്പൊ 2 മാസമായുള്ളൂ. അച്ചാച്ചനും ആങ്ങളുണ്ട് വീട്ടില്. ഈ ഫീൽഡില് സജീവമായിട്ട് ഇപ്പൊ എത്ര വർഷമായി? സജീവമായിട്ടിപ്പോ 3 വർഷമായുള്ളൂ. 3 വർഷമായുള്ളൂ അല്ലേ? 3 വർഷമായി. അപ്പൊ ഞാൻ ചോദിച്ചത് കറക്റ്റ് ആയിരുന്നു. സജീവമാകാൻ താമസിച്ചു, തീർച്ചയായിട്ടും താമസിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സാഹചര്യങ്ങൾ കാരണം നമ്മള് വെയിറ്റ് ചെയ്തിരുന്നു അവരുടെ സപ്പോർട്ടും കൂടെ കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ ചേച്ചിക്ക് ഏത് കാറ്റഗറി ഓഫ് പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടമുള്ളത്? ഇപ്പൊ പാടാനാണെങ്കിലും കേൾക്കാനാണെങ്കിലും ഒക്കെ. എനിക്ക് മെലഡിയോടാണ് കൂടുതലും താല്പര്യം. താല്പര്യം പാടാനും കേൾക്കാനും ഒക്കെ. പിന്നെ വിരഹമാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാ ടൈപ്പും ഇഷ്ടമാണ്. എല്ലാ പാട്ടുകളും പാടാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ തരം പാട്ടുകളും ഇഷ്ടമാണ്. കൂടുതലും ലവ് സോങ് ഇച്ചിരി പാടാൻ ഇഷ്ടമാണ്. അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. കൂടുതലും ആ ഒരു ടൈപ്പ് പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ എന്നാ ഒരു പാട്ടും കൂടെ പാടിയാലോ? പാടാം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. ദിവ്യ ചേച്ചി, ഓരോ ജനറേഷനിലുള്ള ആൾക്കാരും പറയാറുണ്ട് ഞങ്ങളുടെ സമയത്തെ പാട്ടുകളാണ് നല്ലത്, ഞങ്ങളുടെ സമയത്തെ പാട്ടുകളാണ് നല്ലത് എന്നൊക്കെ. അപ്പൊ ചേച്ചിയുടെ ഒരു അഭിപ്രായം ഈ കാര്യത്തിൽ എങ്ങനെയാ? എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. എന്നുവെച്ചാൽ 90s ഒരു പാട്ടൊക്കെ കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഫീലാണ്. ഇപ്പോൾ ഉള്ള പാട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ എന്തോ ഒരു കുറ്റം പറയുന്നതല്ല, എന്തോ ഒരു അരോചകമായിട്ട്, എന്നുവെച്ചാൽ സംസാരമല്ല പാട്ടും അല്ലാത്ത രീതിയിലുള്ള ഒരു സംസാരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടൈപ്പ് പാട്ട്. ഞാൻ ചോദിക്കട്ടെ, അത് മ്യൂസിക് ക്വാളിറ്റി നഷ്ടപ്പെടുന്നതാണോ അതോ ലിറിക്സിന്റെ പ്രശ്നമാണോ? എന്തായിട്ടാ ചേച്ചിക്ക് തോന്നുന്നത്? മ്യൂസിക് ക്വാളിറ്റി നഷ്ടപ്പെടുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിപ്പോഴത്തെ ഒരു ജനറേഷന് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഓരോരുത്തരുടെ പാട്ട്. അത് അവരുടെ അഭിരുചിക്കനുസരിച്ച് കഴിവാണ്. കാരണം നമ്മളെ കൊണ്ട് പറ്റത്തില്ലോ. അപ്പൊ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പാട്ടുകൾ എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കഴിവാണ്. അപ്പൊ ആ ഒരു പണ്ടത്തെ ആ ഒരു പാട്ടും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോഴത്തെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. ഒരു വേടന്റെ ആ ഒരു രീതിയിൽ സ്റ്റൈൽ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. പക്ഷെ എനിക്ക് താല്പര്യമാണെന്ന് ചോദിച്ചാൽ കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷെ പാടാൻ താല്പര്യമില്ല. എപ്പോഴും പഴയ പാട്ടുകളോട്, 90s പാട്ടുകളാണ് പാടാൻ എനിക്ക് എപ്പോഴും. അത് നമുക്ക് ലയിച്ച് ആ ഒരു പാട്ടിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് ഒരു അത്ര ആസ്വദിച്ച് പാടാൻ പറ്റുള്ളൂ. ചേച്ചിയുടെ മക്കൾക്കൊക്കെ എങ്ങനെ താല്പര്യമുണ്ടോ പാട്ടിലേക്കൊക്കെ വരാനായിട്ടൊക്കെ? പാട്ടിലേക്ക് വരാൻ അവന് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഞാൻ ഒത്തിരി സപ്പോർട്ട് ചെയ്യാറുമില്ല. കാരണം പഠിത്തത്തിന് ഒരു ഇതാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒത്തിരി സപ്പോർട്ടല്ല. പിന്നെ അവന് താല്പര്യമാണെങ്കിൽ വന്നോട്ടെ, കുഴപ്പമില്ല. അവരുടെ ഇഷ്ടം. നമ്മൾ ഒത്തിരി അങ്ങോട്ടല്ല എൻ്റെ കൊച്ചു പാടണം, നമ്മളങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലോ. അത് അവരുടെ ഇഷ്ടമല്ലേ. അതെ, അത് വിട്ടുകൊടുത്തേക്കും. പണ്ടത്തെക്കാളും അവസരങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും. ചേച്ചി കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? പിന്നെ കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒത്തിരി സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെക്കാട്ടിലും കൂടുതലും എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സൊക്കെ ഒത്തിരി സപ്പോർട്ടായിരുന്നു അന്ന്. പിള്ളേരെ കൊണ്ടുപോകാനും അവരുടെ ഇങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ അന്ന് ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചർമാർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ന്. ചേച്ചി എവിടെ പഠിച്ചതൊക്കെ? എവിടെയാ പഠിച്ചത്? പെരിങ്ങളം സെന്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചത്. ആ ഒരു കാലഘട്ടത്തില് എന്താ പറയാ, നല്ല നല്ല ഓർമ്മകളാണ്. സ്കൂൾ കലോത്സവം കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിൽ കയറാൻ സമയമില്ല. കാരണം ഫുൾ ടൈം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ നല്ലൊരു ഓർമ്മയാണ്. പിന്നെ ചേച്ചി ഇപ്പോ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് പാടി ഇത്രയൊക്കെ കുറെ ആൽബങ്ങളിലൊക്കെ പാടി കുറച്ചു പേർക്കൊക്കെ അറിയാം. അതായത് അപ്പൊ ഇവിടെ നിൽക്കുമ്പോ ആരോടാണ് താങ്ക്സ് പറയാനുള്ളത്? ആരോടൊക്കെയാണ് താങ്ക്സ് പറയാനുള്ളത്? എൻ്റെ കുറച്ച് നല്ല
ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡ്. പറയാതിരിക്കാൻ പറ്റത്തില്ല, പുള്ളി വന്നില്ലെങ്കിലും അല്ലാതെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കൂടെ വരുവാനും താല്പര്യമില്ല, എന്നാലും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് സപ്പോർട്ടാണ്. പിന്നെന്താ, കൂട്ടുകാർ അവരും ഇപ്പം ഞാൻ തന്നെ ആണെങ്കിലും ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പം റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോൾ തന്നെ ആണെങ്കിലും അവരും കൂടെ വരാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അവർക്കൊക്കെ താങ്ക്സ് പറയുന്നത്. പിന്നെ സാജൻ ചേട്ടൻ കേട്ടോ, അവർക്ക് എനിക്ക് ഒരുപാട് സാജൻ പെരുങ്ങളോ എൻ്റെ ഒരു കസിനാണ്, ബ്രദറാണ്. അപ്പോൾ പുള്ളിയോട് എനിക്ക് ഒരുപാട് മ്യൂസിഷ്യനാണ്, പിന്നെ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനല്ലേ, എഴുത്തുകാരനല്ലേ. ഇപ്പോൾ ഒത്തിരി നല്ല, നമ്മുടെ കഴിഞ്ഞ ക്രിസ്മസിന് സാജൻ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, കസ്റ്റർ വരെ പാടി പാട്ട്. അപ്പോൾ അത്രയും വലിയൊരു ആളുടെ എന്താ പറയുക, ആളിലൂടെ എനിക്ക് ഈ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പറഞ്ഞല്ലോ, ദീപ പറഞ്ഞല്ലോ, എപ്പോഴും പറയാറിയാം. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് സാധനം ചേട്ടനോട് ഒത്തിരി താങ്ക്സ് പറയാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട്, എൻ്റെ ഹസ്ബൻഡിനോട്, എൻ്റെ മോനോട്, അവനും വരാറുണ്ട് എൻ്റെ കൂടെ, സപ്പോർട്ട് ചെയ്ത് വരാറുണ്ട് എൻ്റെ കൂടെ കൂട്ടിന്, അവനോടും അങ്ങനെ എല്ലാവരോടും. ഓക്കെ. സങ്കീർത്തനങ്ങൾ തൻ സമയമായി ഞാനെൻ്റെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിലെ മെഴുതിരി തുമ്പിലെ നാളമായി നെറ്റിയിൽ മുദ്രയായി ചേർക്കുന്ന കുരിശന്റെ പെരുവിരൽ തുമ്പിലെ പുണ്യമായി പെരുവിരൽ തുമ്പിലെ പുണ്യമായി. ചേച്ചി ഇഷ്ടപ്പെട്ട ഗായകൻ ഗായിക ഒക്കെ ആരൊക്കെയാ? ഇഷ്ടപ്പെട്ട ഗായകൻ ഗായിക എം.ജി. ശ്രീകുമാർ, ജയചന്ദ്രൻ സാറ്, പിന്നെ ചിത്രാമ്മ, ശ്വേത, അങ്ങനെ പിന്നെ സുജാത ചേച്ചി, എല്ലാരും ഇഷ്ടമല്ലേ? പിന്നെ ആ ഒരു വോയിസ് ഒക്കെ എന്താ, ചിത്ര ചേച്ചി, സുജാത ചേച്ചി, അവരൊക്കെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ പാട്ട് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരുപാട് പാട്ടുകൾ പാടാറുണ്ട്, ഒരുപാട് സിനിമകളിലൊക്കെ ആയിട്ടും ഒക്കെ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരാൾ വരുന്നു, കുറച്ചു കാലം കാണും, പിന്നെ അവരെ കാണാതെ പോകും. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടോ? ഉണ്ട്. കാരണം ഓരോ ടൈപ്പ് പാട്ട് പാടാൻ ഇപ്പൊ എല്ലാവർക്കും എല്ലാ പാട്ടും പാടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആ ഒരു ഇപ്പൊ ഓരോ പാട്ട് എഴുതുന്ന ആൾക്കാരും എന്താ പറയാ, അവർക്ക് അറിയാം മനസ്സിൽ ഇന്ന ആൾ എൻ്റെ പാട്ട് പാടിയാൽ ശരിയാവും, നന്നായിരിക്കും. അതെ. അപ്പൊ അങ്ങനെ അവരുടെ ചിന്താഗതികൾ എന്താ പറയാ, അവരുടെ ചിന്തയ്ക്ക് അനുസരിച്ചുള്ള പാട്ടുകാർ, അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ. അവർക്ക് അറിയാം ഇന്ന ആൾ പാടിയ പാട്ട് നന്നാവും, അപ്പൊ അവർക്ക് അവസരം കൊടുക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ അവർക്ക് അവസരം മാറിപ്പോകുന്നുണ്ട്. കാരണം ഒരുപാട് പാട്ടുകാർ വരുന്നുണ്ടല്ലോ. കാരണം ഇപ്പൊ ഈ റിയാലിറ്റി ഷോയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഒത്തിരി പിള്ളേര്, അത് മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയൊക്കെയാണ് ഒത്തിരി പ്രോഗ്രാം കാര്യങ്ങളൊക്കെ, റിയാലിറ്റി ഷോ എണ്ണത്തിൽ കൂടുതൽ സിനിമ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ അവസരങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? അപ്പൊ ഇങ്ങനെ മാറി 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 വന്നാലല്ലേ പറ്റുള്ളൂ. അതെ, കാലം മാറുന്നതുകൊണ്ട്, ടെക്നോളജി മാറുന്നതുകൊണ്ടൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ചേച്ചി, ക്രിസ്മസ് ആണല്ലോ, എങ്ങനെയാ യൂഷ്വലുള്ള ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എങ്ങനെയാ? ഇത്തവണ അധികം ഇല്ലാന്ന് പറഞ്ഞു. സാധാരണ എങ്ങനെയൊക്കെയാ? സാധാരണ പുൽക്കൂടുണ്ടാക്കും, പിന്നെ വീട്ടില് എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കും. പിന്നെ പാലക്കാട് മെയിൻ ഭക്ഷണം അറിയാലോ, കപ്പ, മീന്, ബീഫ്, അതൊന്നും ഇല്ലാത്തൊരു ക്രിസ്മസ് ഇല്ലല്ലോ. പിന്നെ കേക്ക് വാങ്ങിക്കും. പിന്നെ ഈ സൗണ്ട് പോകാതിരിക്കാൻ ഫുഡൊക്കെ കൺട്രോൾ ഒക്കെ ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടോ? അധികം തണുത്തൊന്നും കഴിക്കാറില്ല, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, നോക്കാറുണ്ട്. അപ്പൊ നമുക്ക് ചേച്ചിയുടെ വകയായിട്ടൊരു ക്രിസ്തുമസ് പാട്ട് തന്നെ കേൾക്കാം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ, ദേവനാദം കേട്ടു ആമോദരായി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ, ദേവനാദം
ആമോദരായി ദേവനാദം കേട്ടു ആമോദരായി. ചേച്ചി പാട്ട് പഠിക്കാതെയല്ലേ ഇത്രയൊക്കെ പാടുന്നത്? അതെ അതെ, പാട്ട് പഠിച്ചിട്ടില്ല. ഒട്ടും പഠിച്ചിട്ടില്ല? പഠിച്ചിട്ടില്ല. അത് ഒരു വിഷമമായിട്ട് ഉണ്ടോ? വിഷമമായിട്ടുണ്ട്. കാരണം നമുക്ക് എന്താ പറയുക, ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ പാട്ട് പഠിക്കാത്തതിൻ്റെതായ കുറവുകൾ, നമുക്ക് ഓരോ കാര്യങ്ങൾ മറ്റുള്ളവർ പാടുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ പാടാൻ പറ്റുന്നില്ലല്ലോ. പഠിക്കാത്തതിൻ്റെ ഒരു കുറവ് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ എന്താ, ഇനിയാണ്ടും പഠിക്കാം. പക്ഷെ നമുക്ക് സാഹചര്യങ്ങൾ ഒത്തുവന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ തീർച്ചയായിട്ടും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എന്താ, പാട്ട് പഠിച്ചാലേ നമുക്ക് ചില പാട്ടുകൾ പാടാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ ആ ടെക്നിക്സ് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പാടിയിട്ട് കാര്യമില്ല. അതിൻ്റെ കുറവുകളുണ്ട്. അപ്പോൾ ഓക്കെ ചേച്ചി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ ഉയർച്ചകളും ചേച്ചിക്ക് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ദിവ്യ ബിനോയ് എന്ന് പറയുന്ന ഗായിക ഇനിയും ഒരുപാട് ആളുകൾ അറിയുന്ന രീതിയിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാ ദൃശ്യ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. പെൺമനസിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. മേരി മനോജ്ഞി ദേവമാതാവേ, പാപികൾക്കാശ്രയം നീയേ, ഞങ്ങൾക്കഭയം നീയേ, ഞങ്ങൾക്കഭയം നീയേ. മേരി മനോജ്ഞി ദേവമാതാവേ, പാപികൾക്കാശ്രയം നീയേ,